അവിടെ ആ കുളിക്കുന്ന വീഡിയോ, നഗ്നമായിട്ടാണല്ലോ കുളിക്കുന്ന ഒരു ഹോസ്റ്റലിൽ പോയാൽ, ബാത്റൂമിൽ എന്തായാലും അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ആ കുളിക്കുന്ന വീഡിയോ ഇയാൾ കുഞ്ഞിനെ കാണിച്ചു. ഇനി എന്തൊളിച്ച് വെക്കാൻ? മോള് പറഞ്ഞില്ല. എൻ്റെ മോടെ ആ അവസാനത്തെ ആ കച്ചിത്തുരുമ്പോടെ അവൾ തീർന്നേക്കുന്നത്. അതെനിക്കറിയാം. എൻ്റെ മോള് പറയാനുള്ള ലാസ്റ്റത്തെ വാക്കായത്. ഇല്ല, ഇയാൾ എന്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയേക്കുന്നു? മാതാ പിതാ ഗുരു ദൈവം. മാതാവും പിതാവും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് ഗുരുവിനുള്ളത്, മൂന്നാമത്തെ സ്ഥാനം. ഗുരു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ് ഗുരുവിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു. ഇത് നന്നായിട്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്, മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു ഒരു അധ്യാപകൻ. ഇതാദ്യത്തെ സംഭവമല്ല, പല തവണയായിട്ട് ഇത് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവരുടെയൊക്കെ ഈ ഭീഷണിപ്പെടുത്തും. അതായത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊന്നും ചെയ്യില്ല, ഈ നിയമമൊന്നും ചെയ്യില്ല, ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള കുറ്റം ചെയ്യുന്നവരുടെ ഒരു മനസ്ഥിതിയാണ് ഇവരെ ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രേരിപ്പിക്കുന്നത്. കേരള സാർ 100% ലിറ്റേഴ്സി സാർ എന്ന് പറഞ്ഞ പഞ്ചാബിക്കാരന് നമ്മളൊക്കെ തെറി പറയാനും ഇഷ്ടംമാതിരി ആൾക്കാർ പുള്ളിയുടെ അക്കൗണ്ടിൽ കയറി തെറി പറയാനും. പക്ഷെ പുള്ളി പരിഹസിച്ചാലും ചില കാര്യങ്ങൾ സത്യമാണ്. ഇവിടുത്തെ ലിറ്ററേസി സാക്ഷരത ഉണ്ടെങ്കിലും ഇതുപോലുള്ള ആ അഭിമാനത്തിലുള്ള സാക്ഷരതയ്ക്ക് കളങ്കം കേൾക്കുന്ന ഇതുപോലുള്ള അധ്യാപകന്മാരെ തീർച്ചയായിട്ടും ഈ ഗൾഫ് നിയമങ്ങൾ പോലെ ഇവിടെയും ഇത്ര അധ്യാപകർ എന്നല്ല, എല്ലാ പിതാക്കന്മാരും ഉണ്ട്, പീഡന കേസ് പ്രതികളുണ്ട്. അതേ ശിക്ഷ തന്നെ ഒരു പദവിയൊന്നും നോക്കാതെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.